34 വാക്യം. സ്തോത്രം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അടുത്ത വാക്യം കൂടെ വായിക്കുന്നു. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിസരങ്ങളെ കർത്താവ് നിന്റെ പ്രായശ്ചിത്തമായിട്ട് നിന്റെ രക്തത്താൽ വിശദീകരിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഏവരുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ അവിടെ ചിന്താമണ്ഡലത്തെയും കർത്താവ് നിന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ്. ചിന്തകളെ മാറ്റിക്കളയുന്ന സകല ദുഷ്ടാത്മാവിൻ്റെ പ്രവർത്തികളെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ പുത്രത്തിൻ്റെ അധികാരത്തോടെ ഞാൻ അഫലമാക്കുന്നു. തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, നിന്റെ ആഴങ്ങൾ ആത്മാവിൽ തന്നെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കൃപ തന്നായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മർമ്മമായ വിഷയങ്ങൾ വെളിപ്പെടുത്തി തന്നാട്ടെ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടത് ഏവരും ജീവിക്കാനിടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ജീവിക്കട്ടെ കർത്താവേ. ഓൺലൈനിൽ നിന്ന് കേൾക്കുന്നവർ ജീവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ എൻ്റെ അടുക്കൽ വരുവാൻ ആർക്കും കഴിയയില്ല. ഇത് ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും ദൈവ കുടുംബത്തിൽ ജനിച്ചു എന്ന് ഉറപ്പുള്ള ഏത് പൈതലിനും അവൻ്റെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന എക്സ്പീരിയൻസ് ഒരു സാക്ഷ്യമാണത്. എങ്ങനെയാണ് പിതാവ് അവരെ ആകർഷിച്ചത് എന്നാൽ ഇതിൻ്റെ ഒക്കെത്തിൻ്റെയും ആത്മീക വിഷയങ്ങൾ എല്ലാത്തിനും തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കണം. സൈറ്റാനും ഇതേപോലെ ഭൗതികമായ കാര്യങ്ങളിലേക്ക് ആകർഷിക്കാൻ ചില ഭൗതികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഭൗതിക മെറ്റീരിയൽ തിയോളജി പറഞ്ഞുകൊണ്ട്, പ്രോസ്പെരിറ്റി തിയോളജി പറഞ്ഞുകൊണ്ട് ആകർഷിച്ച് അത് യേശുവാണ് സംശയിപ്പിച്ച് അന്ധകാരത്തെ ഇരുട്ടി കൊണ്ടു വെച്ചിരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ പിതാവ് ആകർഷിക്കുന്ന മീഡിയ ഏജന്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ആകർഷിക്കുന്ന ഞാൻ വളരെ വ്യക്തമായിട്ട് അനേക നാളുകളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തിയല്ലാതെ പരിശുദ്ധാത്മാവിനെ ആകർഷിക്കുന്ന ഒരു പ്രവൃത്തിയില്ല. പരിശുദ്ധാത്മാവ് ഏജന്റായിട്ട് ആകർഷിക്കുമ്പോൾ ആകർഷിക്കപ്പെടുന്ന വ്യക്തി ആക്റ്റീവാണ്, പാസീവ് അല്ല. അദ്ദേഹത്തിന് ഫ്രീ വില്ലില് എടുക്കുന്ന തീരുമാനമാണ് അവനെ രക്ഷയിലേക്ക് നടത്തുന്നത്. ഹല്ലേലൂയ. സുബോധമില്ലാത്ത അവസ്ഥയിലല്ല. ഇന്നത്തരം പ്രവൃത്തികളൊക്കെ വളരെ നടക്കുന്നുണ്ട്. കൈവീശുമ്പോൾ വീഴുന്നത്, മയങ്ങി വീഴുന്നത്, ബോധം കെട്ടുന്നത്, ഒന്നും തന്നെ വീണ്ടും ജനനം നടക്കുന്നില്ല. വീണ്ടും ചിന്തിക്കണമെങ്കിൽ നമ്മുടെ അകത്തുള്ളതായിട്ടുള്ള സെൽഫിന്റെ ഡിസയേഴ്സ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച്, നമുക്കറിയാത്ത കാര്യങ്ങളല്ല, വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് നാം അതിനെ എന്നേക്കുമായിട്ട് ത്യജിക്കുക. ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ടല്ല, അത് മാനസാന്തരമല്ല. ടെമ്പററി റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു അനുതാപവും മാനസാന്തരമല്ല. അൾട്ടിമേറ്റ് ഇന്റൻഷൻ ദൈവം അതാണ് നോക്കുന്നത്. നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരും. അതെപ്പോഴാണ് മനസ്സിലാകുന്നത്? ട്രയൽസ് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എൻ്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ക്രിസ്തുവാണോ അല്ലേ എന്നുള്ളത്. സ്തോത്രം. അത് ഒരു പ്രാവശ്യമല്ല. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം രക്ഷിക്കപ്പെടുന്ന സമയത്ത് മാത്രമുള്ള ഒന്ന്. ക്രിസ്തുവുമായിട്ടുള്ള ഓരോ റിലേഷനിലും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇത് നമ്മൾ ചിന്തിച്ചോ. അതുപോലെ തന്നെ പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഐസയ്യ 54 വേഴ്സ് 30 നമ്മൾ ചിന്തിച്ചോ. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും, നിന്റെ മക്കൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന വാക്യത്തിൽ നിന്നും. സ്തോത്രം. അപ്പോൾ ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. പിതാവിനാൽ ആകർഷിക്കപ്പെടുന്ന രീതി. മലാക്കിയുടെ പ്രവാചക പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് അശിയ 40:3 സ്നാപയോഹന്നാന്റെ വിളിയെ കുറിച്ച് കൊണ്ട് നാം ചിന്തിച്ചു. ആമേ. സ്തോത്രം. മൂതി കഴിക്കുന്ന രീതി എങ്ങനെയാണ് നാം ചിന്തിച്ചു. അല്പമായിട്ടൊക്കെ ചിന്തിച്ചു. ഇന്ന് അതിനേക്കാളൊക്കെയും കുറച്ചും കൂടി സീരിയസ് ആയ ഒരു വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കാനുള്ളത്. വേഴ്സ് 44 സെക്കൻഡ് പാർട്ട്. സ്തോത്രം. അത് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഇന്ന് ചിന്തിക്കാനുള്ള വാക്യം, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ പിതാവ് ആകർഷിച്ച്, പിതാവ് ഏജന്റായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തിയെ പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ദൈവ ക്രോധത്തിന്റെ പാനപാത്രമായി കിടക്കുന്ന
അല്ലെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ ആകർഷിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി അതിന്റെ ശിക്ഷ എന്താണ് ശരിക്കും മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ ഓൺലി സൊല്യൂഷൻ ആയിരിക്കുന്ന, റെമഡി ആയിരിക്കുന്ന ക്രിസ്തുവിനെ അവന് വെളിപ്പെടുത്തി കൊടുത്ത് അവന്റെ ഫ്രീ വില്ലില് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്. നിർബന്ധത്താലല്ല. ഡിവൈൻ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നത് മോറൽ ലോയിലാണ്, ഫിസിക്കൽ ലോയിലല്ല. ഇന്ന് ഫിസിക്കൽ ലോ എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക ഭരണകൂടങ്ങളിൽ നടക്കുന്നത്. നമ്മളെല്ലാവരും ഇഷ്ടമുണ്ടായിട്ടല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ ബെൽറ്റ് ധരിക്കുന്നത്, ഇഷ്ടമുണ്ടായിട്ടല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ്? നമ്മുടെ മേളിൽ ഫിസിക്കലായിട്ടൊരു ലോ ഉണ്ട്. ചെയ്തില്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടും. അപ്പൊ പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധരിക്കുന്നത്. എന്നാൽ കുറച്ചു പേരൊക്കെ സേഫ്റ്റിക്ക് വേണ്ടി അറിവുള്ളവർ ധരിക്കുന്നുണ്ട്. ഫിസിക്കൽ ലോ നിർബന്ധമാണ്. പക്ഷേ മോറൽ ലോ എന്ന് പറഞ്ഞാൽ, ദൈവരാജ്യത്തിന്റെ ലോ എന്ന് പറഞ്ഞാൽ നിർബന്ധമല്ല. നമ്മുടെ ഹൃദയത്തിന് ഇൻഫ്ലുവൻസ് തരും. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിന്റെ അവസ്ഥ എന്താണ്, ഈ രീതി മുന്നോട്ട് പോയാൽ നിനക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ കൂടെയും ഉപദേശങ്ങളിൽ കൂടെയും ദൈവദാസന്മാരെ കൂടെയും പരിശുദ്ധാത്മാവ് നേരിട്ട് നമ്മുടെ സോളിന് വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തി തരും. നമ്മുടെ മനസ്സാക്ഷിക്ക് ഫ്രീ ആയിട്ട് ആക്കി തരും. നമ്മുടെ ഓർമ്മ പുസ്തകത്തില് അതിന്റെ പർപ്പസും ആക്ഷൻ ഓർമ്മപ്പെടുത്തി തന്നിട്ട് നീ എന്ത് ആക്ഷനാണ് എടുത്തത്, എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് റെക്കോർഡുമാവും. സ്തോത്രം. ഇനി ഇതെല്ലാം ഇൻട്രൊഡക്ഷനിലെ ഭാഗത്ത് കഴിഞ്ഞ് ഇനി ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇന്നാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. അനേകർ ക്രിസ്തീയ ഗോളത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ സ്വർഗത്തിലേക്ക് പോകാം എന്നൊരു ചിന്താഗതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് എന്നൊന്ന് അല്പമായിട്ട് ചിന്തിക്കണം. വളരെ ഗൗരവമേറിയ വിഷയമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അനേക തർക്കങ്ങളുണ്ട്. ഈ ദിവസങ്ങളൊക്കെ നാം ചിന്തിക്കുന്ന വചനങ്ങൾ തർക്ക വിഷയമായ വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അവിടെ ഇവിടെ നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ തിരച്ചു കഴിഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് കിട്ടും, ധാരാളം കിട്ടും. എന്നാൽ അവിടെ ഇവിടെയും 1000-1 പോലെ ഒരുപക്ഷെ നേരായിട്ട് ഉപദേശിക്കുന്നവരെയും കിട്ടാം. അതുകൊണ്ട് നമുക്ക് ചില വാക്യങ്ങൾ കൂടെ തന്നെ ഈ കാര്യം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ആദ്യമായിട്ട് നമുക്ക് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. അവിടെയാണല്ലോ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ. 1 തെസ്സലോനിക്കൻസ് 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം എന്ന വാക്യം ആദ്യമായിട്ട് ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത വാക്യം 14-ാം വാക്യം. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, ഞാൻ വീണ്ടും വായിക്കുന്നു, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത വാക്യം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 15. 1 കൊരിന്ത്യൻസ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം വേഴ്സ് 20 ഓൺവേഴ്സ്. 1 കൊരിന്ത്യർ ചാപ്റ്റർ 15 വേഴ്സ് 20 ഓൺവേഴ്സ്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഓക്കെ, അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാനുള്ളതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം. അപ്പോൾ ഇവിടെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. ഇവിടെ 1 തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നുണ്ട്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ. ഇതെല്ലാവരും എല്ലാ ക്രിസ്ത്യണ്ടത്തിലെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ക്രിസ്ത്യണ്ടത്തിനകത്ത് ക്രിസ്തീയ ഗോളത്തിൽ എല്ലാവരും തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുന്നവരും ഈസ്റ്റർ ആഘോഷിക്കുന്നവരും കള്ളു കുടിച്ചാണെങ്കിൽ തന്നെ അവരും വിശ്വസിക്കുന്നുണ്ട്.
പക്ഷേ ഈ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ നടക്കുന്നു, ഏത് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്, എങ്ങനെ നടക്കുന്നു എന്ന കാര്യമാണ് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. ഇതിനകത്ത് കിടക്കുന്ന ഈ തർക്ക വിഷയം എന്താണെന്ന് വെച്ചാൽ, യേശു സ്വയമായിട്ടാണോ ഉയർത്തെഴുന്നേറ്റത്, അല്ലെങ്കിൽ യേശുവിന് വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്? ഇവിടെയാണ് തർക്ക വിഷയം കിടക്കുന്നത്. ആ തർക്ക വിഷയത്തിലേക്ക് അധികം നിങ്ങളുടെ ചിന്ത തിരിച്ചുകൊണ്ട് കൺഫ്യൂസ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ട്രിനിറ്റിയുടെ വിഷയം വരും, ട്രിനിറ്റിയെ കുറിച്ച് പഠിപ്പിക്കേണ്ടി വരും. എന്നാൽ വളരെ ലളിതമായ രീതിയിൽ നമുക്കിവിടെ ചിന്തിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4:14 പറഞ്ഞത് എന്താണ്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും. അവനെ ആരും കൊന്നതല്ല. അദ്ദേഹം ചിന്താഗതി ഇതാണ്, യേശു മരിക്കുകയും എൻ്റെ ജീവനെ കൊടുക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവനെ ഏൽപ്പിച്ചു വിട്ടു, ജീവനെ വിട്ടു. നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ റോമൻ പടയാളികളും മഹാപുരോഹിതന്മാരും അവരുടെ ചേവരും എല്ലാവരും കൂടെ ക്രൂശി തറച്ച് കൊന്നു എന്നാണ്. അതുപോലെ നമ്മൾ വാക്യങ്ങൾ വേണമെടുക്കാം. പക്ഷേ അവനെ ആരും കൊന്നതല്ല, അവൻ സ്വയമായിട്ട് തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. സ്തോത്രം. എന്നാൽ ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ് നടക്കുക? അവിടെ വായിച്ചത് നമ്മൾ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവല്ലോ. സ്തോത്രം, നല്ല കാര്യം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19 കോടിയുള്ള വാക്യങ്ങൾ നമ്മൾ കാണപ്പെടെ എപ്പോഴും പഠിക്കുകയും മിക്കവാറും ഞാൻ നിങ്ങളോട് എപ്പോഴും ഓർത്തിരിക്കണം എന്ന് പറയാനുള്ളതാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19 ഓൺവേഴ്സ് ആണ് അവിടെ വ്യക്തമായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. 18 കൂടെ ഞാൻ വായിക്കാം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിനും വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വേഴ്സ് 19 ഒന്നും കൂടി വായിക്കുകയാണ്. അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്നെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. ഇത് വായിക്കുമ്പോൾ നിങ്ങൾ പറയും, യേശു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത്. അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അവൻ വിശ്വസിക്കുന്നവന്റെ അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. വേഴ്സ് 19 18 തുടങ്ങി വായിച്ചോളൂ. The eyes of your understanding being enlightened, that you may know what is the hope of his calling, what are the riches of the glory of his inheritance in the saints, and what is the exceeding greatness of his power towards us who believe, according to the working of his mighty power, which he worked in Christ when he raised him from the dead and seated him at his right hand in the heavenly places, far above all principality and power and might and dominion and every name that is named, not only in this age but also in that which is to come. Okay, that is enough. ഞാൻ ഈ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് കൂടെ വായിക്കുകയാണ്. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 19 onwards. And so that you can know and understand what is the immeasurable and unlimited and surpassing greatness of his power in and for us who believe, as demonstrated in the working of his mighty strength, which he exerted in Christ when he raised him from the dead and seated him at his own right hand in the heavenly places.
ഇവിടെ നിങ്ങൾക്ക് അധികം കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു വിഷയമില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. യേശു തന്റെ ജീവനെ, അത് നമ്മൾ വാക്യം വായിച്ചിട്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ, സ്തോത്രം, എന്റെ ജീവനെ കൊടുപ്പാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. സ്തോത്രം. അതാണ് ക്രൂശിൽ വെച്ച് പറയുന്നത്, എന്റെ ആത്മാവിനെ തൃക്കേ ഞാൻ പരമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു ആരും കൊന്നതല്ല, നമ്മൾ സംസാരിച്ചതല്ല. സ്തോത്രം. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. എന്നെ അയച്ച പിതാവിനാൽ ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്ക വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ പിതാവ് ആകർഷിച്ച് ക്രിസ്തുവിന്റെ അടുത്ത് വന്നു, ക്രിസ്തുവിൽ നാം വിശ്വസിച്ചു, പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു, യേശുവിനെ കർത്താവും രക്ഷിതാവും കർത്താവുമായി കർത്താവുമായി സ്വീകരിച്ചു, വിശ്വാസ സ്നാനമേറ്റു, പരിശുദ്ധാത്മാവ് നിറവ് പ്രാർത്ഥിച്ചു, ക്രിസ്തുവിനോട് ചേരുവാൻ തന്നെയാണ് സ്നാനപ്പെട്ടത്. അടുത്തൊരു വിഷയമാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ളത്. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് നമുക്ക് മരിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരിക്കൽ അനുഭവം കിട്ടും. എന്നാൽ ഇപ്പോൾ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്തുമായിട്ടുള്ള മറ്റു റിലേഷനുകളിൽ കൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന്റെ ശക്തി, പുനരുദ്ധാന ശക്തി നമ്മൾ വ്യാപരിക്കുന്നതെന്ന് നമുക്ക് പേഴ്സണലായിട്ട് ഇപ്പോഴേ രുചിച്ചറിയാം. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കത്തക്കവണ്ണം ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിയെ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർത്തി ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു പെരുമാറാക്കി ക്രമമേ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെട്ട് പുത്രനോട് അനുരൂപരാക്കി തീർക്കുന്ന ശുശ്രൂഷയാണ് ആത്മീക ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കത്തക്കവണ്ണം ഒരു വ്യക്തി എങ്ങനെയാണ് ക്വാളിഫൈഡ് ആകുന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു വചനത്തിൽ കൂടെ തെളിയിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം എടുക്കാം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 30. അത് നമുക്ക് ഇംഗ്ലീഷിലും കൂടെ വായിക്കണം. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 30 ആണ് വായിക്കേണ്ടത്. ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. വീണ്ടും മലയാളത്തിൽ വായിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. ഇത് ഇംഗ്ലീഷിലൊന്ന് വായിച്ചോളൂ. ന്യൂ കിങ് ജെയിംസ് വേർഷൻ ഒന്ന് വായിച്ചോളൂ. I will no longer talk much with you, for the ruler of this world is coming, and he has nothing in me. He has nothing in me. ഞാൻ അതൊന്ന് ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് വായിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 30. I will not talk with you much more, for the prince, evil genius, ruler of this world is coming, and he has no claim on me. He has nothing in common with me. There is nothing in me that belongs to him, and he has no power over me. ഞാൻ ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് ഒന്നും കൂടെ വായിക്കുകയാണ്. I will not talk with you much more, for the prince, the evil genius ruler of this world is coming, and he has no claim on me. He has nothing in common with me. There is nothing in me that belongs to him, and he has no power over me. ഇവിടെ nothing എന്ന ഇംഗ്ലീഷ് പദത്തിന് ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത് വളരെ സീരിയസ് ആയ ഒരു പദമാണ്. നോ ദ ലീസ്റ്റ് വൺ, വളരെ ചെറിയൊരു കാര്യം പോലും അവനുള്ളത് എൻ്റെ കയ്യിലില്ല.
ഈ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം എപ്പോഴാണ് പറയുന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയാമല്ലോ. കർത്താവ് ഈ ഭൂമിയിലെ വാസം വിട്ട് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഒരുക്കുന്ന സമയത്താണ് പറയുന്നത്. 14:1 തുടങ്ങി ഞാൻ മലയാളത്തിൽ അതുകൂടെ വായിക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ആ സാഹചര്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അപ്പോൾ ഈ ലോകത്തിലെ വാസം വിട്ടിട്ട് പോകുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയാണ്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നോടൊരു കാര്യമില്ല. There is nothing common with us. There is nothing common with him. There is no claim on me. The least thing, Satan അവകാശം പറയത്തക്ക വേണം, the least thing is not with me. നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ശരീരം വിട്ട് കർത്താവിന്റെ വരവെങ്കിൽ നാം രൂപാന്തരം പ്രാപിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ നിദ്ര കൊണ്ടതിന് ശേഷം, ക്രിസ്തുവിൽ നിദ്ര കൊണ്ടതിന് ശേഷം കർത്താവിന്റെ മധ്യാകാശ കാഹള സമയത്ത് നാം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പ്രാണനും ആത്മാവും വിശ്രമത്തിലായിരിക്കുന്ന അതേ പ്രാണനും ആത്മാവും ഉയർത്തെഴുന്നേറ്റ ഇമ്മോർട്ടലായിരിക്കുന്ന മർത്യമല്ലാത്ത അമർത്യതയുള്ള ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് ഈ 2ാം സ്വർഗം വിട്ടാണ് കടന്നു പോകേണ്ടത്. സ്വർഗങ്ങൾ 3 ഉണ്ടെന്ന് പറയുമ്പോൾ, ഒന്ന് ഈ സ്റ്റാറി സ്പേസ്, അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് സ്പേസ്, അത് കഴിഞ്ഞ് സ്റ്റാറി സ്പേസ് ഉണ്ട്. അതിന്റെ മേളിലാണ് സ്വർഗാദി സ്വർഗം. പൗലോസ് പറഞ്ഞാൽ 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറി സ്പേസിനകത്താണ് സേറ്റാനിക് കിങ്ഡം വാഴുന്നത്. ഹല്ലേലൂയ. അതിന്റെ പ്രതാപമാണ് ഈ ഭൂമിയിൽ വന്നിട്ട് വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുത്തുന്നത്. അവിടെ എവിടെയാണ് അമ്പലങ്ങളിൽ, പള്ളികളിൽ, നേർച്ചകളും അവിടെ എവിടേക്ക് അത്ഭുതം നടത്തുന്നത്. ഈ സ്റ്റാറി സ്പേസിൽ കിലോമീറ്റർ, മില്യൺസ് ഓഫ് കിലോമീറ്റർ ദൂരം നിന്ന് അവിടെ നിന്ന് നമുക്ക് അതിന് കവർ ചെയ്ത് പോകണം. മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാച് ബാധിച്ചു, കാരണം അവനിൽ ഒരു കുറ്റമുണ്ടായിരുന്നു. വിശുദ്ധനായിരിക്കുന്ന പ്രവാചകനായിരുന്ന ഏലിയാവിനെ എടുക്കുന്ന സമയത്ത് അഗ്നിമയ രഥങ്ങൾ അയക്കേണ്ടി വന്നു. ഏലിയാവിനൊരു കുറ്റമുണ്ടായില്ല, പക്ഷെ അറ്റോൺമെന്റ് നടന്നിട്ടില്ല, ഫിസിക്കൽ അറ്റോൺമെന്റ് നടന്നിട്ടില്ല. ഏലിയാവിനെ എടുക്കാനായിട്ട് അഗ്നിമയ രഥങ്ങൾ അയച്ചു. എന്നാൽ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒരു അഗ്നിമയ രഥങ്ങളും വന്നില്ല, തന്നെ പോവുകയാണ് ചെയ്തത്. ഇതേ പദം പറഞ്ഞത് 1 തെസ്സലോനിക്കർ 4:14 വാക്യത്തിൽ പറഞ്ഞത്, യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ വരവെങ്കിൽ നാം അവനെ പോലെ ഉയർത്തെഴുന്നേൽക്കണം. ഓരോരുത്തരും ഈ ശരീരത്തിലേക്ക്, നമ്മൾ ഉയർത്തെഴുന്ന ശരീരത്തിലേക്ക് അതത് പ്രാണനും ആത്മാവും കടന്നു വന്ന് ഉയർത്തെഴുന്നേറ്റ് മരണമില്ലാത്ത ശരീരത്തോടു കൂടെ പോകേണ്ടത് ഈ സേറ്റാനിക് കിങ്ഡത്തിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് അവകാശം മോശ, ഇത്രയും വിശുദ്ധനായിരുന്ന മോശ ഒരു തെറ്റ് ചെയ്തപ്പോൾ സാത്താൻ അവന്റെ ശരീരത്തിനു വേണ്ടി ബാധിച്ചു. സ്തോത്രം. അന്ന് അറ്റോൺമെന്റ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഏലിയാവിന്റെ കാലത്ത് അറ്റോൺമെന്റ് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ അറ്റോൺമെന്റ് കഴിഞ്ഞു. ഇനി വെളിപ്പെടുവാനായിട്ട് ഒന്നുമില്ല, എല്ലാം തന്നെ വെളിപ്പെട്ടു. യേശു പറഞ്ഞതുപോലെ, there is no claim on me, there is nothing common with us, he has no power over me. ഇതുപോലെ നമുക്കും പറയാൻ സാധിക്കണം. ദൂതന്മാരല്ല കൊണ്ടുപോകുന്നത്. പല അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെയും വിശ്വാസകോളത്തിലുള്ള ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് മാർത്തോമ്മക്കാരിൽ നിന്നാണ്. മരണാന്തരം എടുക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാര് വന്നു, കുറെ മരിച്ചുപോയ പഴയ ആൾക്കാരൊക്കെ വന്നു, മുറി നിറഞ്ഞു നിൽക്കുന്നതൊക്കെ പറഞ്ഞ് പല പ്രസംഗങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം വ്യാജമായ പരിപാടികളാണ്. നോവേ നോവേ. എന്നാൽ നമ്മള് സംശയം വേണ്ട. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 52 ഓടിയൊന്നും കൂടെ വായിക്കാം. 1 കൊരിന്ത്യൻസ് 15
50 തുടങ്ങിയ വാക്യം, ചാപ്റ്റർ 15 വേഴ്സ് 50 onwards. സഹോദരന്മാരെ, മാംസരത്വങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഇനി ഫസ്റ്റ് തെസ്സലോനിക്കൻസ് 1 തെസ്സലോനിക്കൻസിന്റെ 4:13 തുടങ്ങി വീണ്ടും വായിക്കാം. ഫസ്റ്റ് തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 4 വേഴ്സ് 13 onwards. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ എന്ന വാക്കിന് കുറച്ച് ആഴമേറെ അർത്ഥപ്പെട്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവരോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇവിടെ 16 വാക്യത്തോട് വാക്യാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. എന്തിനാ പ്രധാന ദൂതൻ വരുന്നേ? സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും. സ്തോത്രം. ഇതാണ് ഇപ്പോഴും ദൈവമക്കൾ കേട്ടുകൊണ്ടിരിക്കേണ്ട ശബ്ദം. ഇപ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കാത്ത എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഇപ്പോൾ കർത്താവിന്റെ ശബ്ദം കേൾക്കാത്തവര് ഈ കാഹളനാദം കേൾക്കാൻ പോകുന്നില്ല. ഏതെല്ലാം വിശുദ്ധി പറഞ്ഞാലും, ഏതെല്ലാം ഡിനോമിനേഷന്റെ ക്വാളിറ്റി പറഞ്ഞാലും, ഇപ്പോഴേ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവുമായിട്ടൊരു ബന്ധമില്ലാത്തവന് ആ സമയത്ത് വന്ന് നമ്മളെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ, ഇന്നിപ്പോ ഇലക്ട്രിക് കാറുകളും സ്കൂട്ടറുകളൊക്കെ ഉണ്ടല്ലോ, നിന്ന് കഴിയുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നേ. ആ നേരത്തൊന്നും ഒരു ചാർജിങ് നടക്കുകയില്ല. സ്തോത്രം. അത് കർത്താവ് പറഞ്ഞത്, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. There is nothing common with me. അവനുള്ളത് ലീസ്റ്റായ ഒരു കാര്യം പോലും എന്നിലില്ല. അപ്പൊ ഓരോ ദൈവ പൈതലും കർത്താവിന് എത്രയോ കൃപയുള്ളവനാണെങ്കിലും അവൻ നീതിമാനാണ്. അവന് നീതി വിട്ട് അവരൊന്നും ചെയ്യുന്നവനല്ല. അതുകൊണ്ട് നമ്മെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ ഈ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാവർത്തികമാകണം. ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന, ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന സേറ്റാനുമായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഒന്നും തന്നെയില്ല. അങ്ങനെയെങ്കിൽ ഈ മെറ്റീരിയൽ തിയോളജി പറയുന്നവരും ഈ പ്രോസ്പെരിറ്റി തിയോളജി പറയുന്നവരും ഈ ലോകത്തിലെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നവരും ഈ ലോകത്തിലെ വിഷയങ്ങളെ കുറിച്ച് പ്രവചിക്കുന്നവരും ഏത് ആത്മാവിൽ പ്രവചിക്കുന്നു, നിങ്ങളെ ഏതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇന്റലക്ട് കൊണ്ട്, സ്തോത്രം, നിങ്ങളുടെ കോമൺ സെൻസ് കൊണ്ട് നിങ്ങൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഒടുക്കത്തെ നാട് നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പുത്രന്റെ അടുത്ത് വന്നവരായിരിക്കാം, വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കാം, പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ക്രിസ്തുവോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായിരിക്കാം, പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ചവരായിരിക്കാം. എന്നാൽ എവിടെയെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും വാണിംഗ് പറഞ്ഞു വരികയാണ്, വാണിംഗ് തരികയാണ്. എവിടെയെങ്കിലും ഈ ലോകത്തിന്റെ പ്രഭുവുമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അവനുമായിട്ട് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവന് അവകാശം പറയത്തക്കോളം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയില്ല. നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയില്ല. കാഹളനാദത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയില്ല. എന്നാൽ മരിച്ചവരുടെ ഒരു പുനരുദ്ധാനം വരുന്ന സമയമുണ്ട്.
അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുള്ളത് അതിന്റെ കൂട്ടത്തിലായിത്തീരും. അപ്പോൾ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന വാഗ്ദത്തം വെറുതെ നടക്കുന്ന കാര്യമല്ല. സ്തോത്രം. ഇവിടെ പ്രധാന ദൂതന്റെ ശബ്ദം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരീഡില് ക്രിസ്തുവിനുള്ള തേജസ് പോലെ അതേ തേജസ് പ്രാപിക്കാൻ അവസരം കിട്ടാത്ത അനേക വിശ്വാസികൾ ആ കാരണമാണ് കേൾക്കുന്നത്. തൊട്ടു മുമ്പ് രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, തൊട്ടു മുമ്പ് പിതാവിനാൽ ആർഷിക്കപ്പെട്ട് പാപം ഉപേക്ഷിച്ച് കളഞ്ഞ് ക്രിസ്തുവിൽ ജനം സ്നാനപ്പെട്ടവരായിരിക്കാം, പീഡിജനം പ്രാപിച്ചവരായിരിക്കാം. അവര് ക്രിസ്തുവിന് തുല്യമായ തേജസ് പ്രാപിച്ചവരല്ല. അവര് സ്വയമായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, അല്ലെങ്കിൽ സ്വയമായിട്ടല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്, ഈ ആകാശമണ്ഡലിൽ കൂടെ സ്വയമായിട്ട് കടന്നു പോകാൻ കഴിയാത്തവരായിരിക്കാം. അവർക്ക് വേണ്ടിയാണ് പ്രധാന ദൂതന്റെ ശബ്ദം വരുന്നത്. സ്തോത്രം. എന്നാൽ അവസരം ലഭിച്ചിട്ടും ഈ ഉപദേശം ആവശ്യമില്ല, കർത്താവിന് ഉയർത്തെഴുന്നേൽപ്പിച്ചോട് എന്നൊക്കെ വരുന്നിയിരിക്കുന്നതെങ്കിൽ അത് വെറും ബ്ലൈൻഡ്നെസ് ആണ്, ഡേഞ്ചറസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട്. ഈ ലോകത്തിലുമായിട്ട് യാതൊരു ടച്ചും. എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പിതാവ് ഈ ലോകത്തില് തന്റെ പദ്ധതി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്നു വരുവാൻ ആവശ്യമായ സകല വിഷയങ്ങളും നിങ്ങൾക്ക് ഫ്രീ ഓഫറാണ്. ഫ്രീ ഓഫർ, അബണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തരുവാൻ ഫ്രീ ഓഫറാണ്. കണ്ടീഷൻ, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ മോട്ടിവേഷൻ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനാണെങ്കിൽ, ദൈവത്തിന്റെ നിറവോളം സകലം നിറഞ്ഞു വരുവാനാണെങ്കിൽ, പുത്രന്റെ പ്രതിമയോട് അനുരൂപരായി തീരുവാനാണെങ്കിൽ, സകല പ്രൊവിഷൻസും അബണ്ടന്റ് ആയിട്ട് ഫ്രീ ആണ്. നിങ്ങൾ ചോദിക്കുന്ന നിലയ്ക്കുന്നതിന് അത്യന്തം തരുവാൻ ഫ്രീ ആണ്. എന്നാൽ ഇത് സത്യം മറച്ചു വെച്ചിട്ട് ഈ ലോകത്തിലെ ദൈവമായിരിക്കുന്നവരോട് നിരപ്പിക്കാൻ, അല്ലെ ഈ ലോകത്തിലെ ആവശ്യതകൾക്ക് വേണ്ടിയിട്ട് ജഡമോഹം, കൺമോഹം, ജീവിതത്തെ പ്രതാപം വർദ്ധിപ്പിച്ച് അതിനോട് പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ, ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, അങ്ങനെ പ്രവചിക്കുന്നുവെങ്കിൽ, ഇതെല്ലാം ഏതാത്മാവിലാണെന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കിയിട്ട് വിട്ട് ഓടിക്കൊള്ളുക. സ്തോത്രം. ഒടുക്കത്തെ നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെങ്കിൽ അവൻ പറഞ്ഞതുപോലെ തന്നെ, ആമേൻ, എനിക്ക് ഈ ലോകത്തിന്റെ പ്രഭുവായിട്ട് കോമൺ ആയിട്ട് ഒന്നുമില്ല. അവന് അവകാശം പറയത്തക്കവണ്ണം എന്നിൽ ഒന്നുമില്ല. ഈ വചനങ്ങൾ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ, ഒരിക്കൽ കൂടി ഒന്ന് റിവൈവ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടെ നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെ കർത്താവേ, നിന്റെ വരവിന് വേണ്ടി ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇസ്രായേലിന്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിന്മേലും എടുത്ത തീരുമാനങ്ങളിന്മേലും അനുഗ്രഹിച്ച അനുഗ്രഹങ്ങളിന്മേലും ചെയ്ത ശുശ്രൂഷകളിന്മേലും ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷത വരെയും പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൽ ചെയ്ത് നൽകിയ ദൈവത്തെ കരങ്ങളിൽ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. സ്തോത്രം. താങ്ക് യു.